വയനാട് ദുരന്തത്തിൽ കേന്ദ്രം കേരളത്തോടൊപ്പമാണ്. രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിന് കേന്ദ്ര സഹായം ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പുനരധിവാസം ഏത് രീതിയിൽ വേണം, ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ വിശദമായി സംസ്ഥാനം സമർപ്പിക്കണം. അത് പരിശോധിച്ച ശേഷമായിരിക്കും ചിലപ്പോൾ കണക്കുകൾ അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാവുക. വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് സുർജിത് അയ്യപ്പത്താണ്. കേരളത്തിന് കേന്ദ്ര സഹായം ഉറപ്പാക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ 24-നോട് പറഞ്ഞു. സുരേന്ദ്രൻ നമ്മളോടൊപ്പം ചേരുകയാണ്. പ്രധാനമന്ത്രിയോട് ഈ ഒരു ദുരന്തത്തിൻ്റെ ആഘാതത്തെക്കുറിച്ച് താങ്കൾ നേരിട്ട് സംസാരിച്ചാണല്ലോ. അല്ല, ഇത് ആദ്യ ദിവസം മുതൽക്ക് തന്നെ ഞങ്ങളുടെ റിപ്പോർട്ടുകളെല്ലാം PMOയുമായും പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വവുമായിട്ടും എല്ലാം ഞങ്ങൾ കൈമാറിയിട്ടുണ്ട്. മാത്രമല്ല, ഡെയിലി മോണിറ്ററിംഗ് പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ JP നഡ്ഡാജി എല്ലാ ദിവസവും വയനാട്ടിലെ സംഭവ വികാസങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. മാത്രമല്ല, 2 കേന്ദ്രമന്ത്രിമാരുടെ ഇടപെടൽ, പ്രത്യേകിച്ച് ജോർജ് കുര്യൻ ഇവിടെ നേരത്തെ തന്നെ വരികയും വിശദമായിട്ടുള്ള റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇത്രയും വലിയൊരു ദുരന്തം നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ്. തീർച്ചയായിട്ടും വയനാടിനെ പൂർവ്വസ്ഥിതിയിൽ എത്തിക്കുക എന്നുള്ളത് എല്ലാവരും ചേർന്ന് നടത്തേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ആദ്യ ദിവസം മുതൽക്ക് തന്നെ, കാലത്ത് മുതൽക്ക് തന്നെ കേന്ദ്രസേനയും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും ഏത് രീതിയിലുള്ള ഏകോപനമാണ് ചൂരൽമലയിലും മുണ്ടക്കയിലും നടത്തിയത്. ആ 10 ദിവസവും അത് അവർ അസാധാരണമായിട്ടുള്ള ഒരു നടപടിയിലൂടെ അവർ ജനങ്ങളെ ചേർത്ത് നിർത്തി, ഒട്ടേറെ പേരെ രക്ഷപ്പെടുത്തി, നിരവധി മൃതദേഹങ്ങൾ കണ്ടെടുത്തു, എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കി. എയർഫോഴ്സും നേവിയും NDRFും ആർമിയും എല്ലാവരും വളരെ ശക്തമായിട്ട് ഇടപെട്ടു. ഇന്ന് പ്രധാനമന്ത്രി ദുരന്ത മേഖലയിൽ കൂടുതൽ സമയം ചെലവഴിക്കുകയാണ് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും. ഇന്ന് തന്നെ എന്തെങ്കിലും കേന്ദ്രത്തിൻ്റെ പാക്കേജ് പ്രഖ്യാപനം ഉണ്ടാകുമോ, അതോ പിന്നീട് ഡൽഹിയിൽ എത്തിയതിനു ശേഷമാണോ ഉണ്ടാവും? അല്ല, സാധാരണ ഗതിയിൽ അങ്ങനെ വന്ന ഉടനെ ഒരു ഓൺ ദി സ്പോട്ട് ഡിക്ലറേഷൻ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പ്രധാനമന്ത്രി ആദ്യം മുതൽക്ക് തന്നെ ഇതിൻ്റെ മുഴുവൻ റിപ്പോർട്ടുകളും എടുത്തിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ കാര്യത്തെക്കുറിച്ചെല്ലാം വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. എന്തായാലും കേരളത്തിന് നല്ല നിലയിലുള്ള പരിഗണന ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. താങ്ക് യു. അങ്ങും ഈ കേന്ദ്ര സഹായം കേരളത്തിന്, വയനാടിന് കിട്ടാൻ വേണ്ടി ഇടപെടുമെന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും നാടാണല്ലോ വയനാട്.